പൊങ്കാല ഇടാൻ പോകാനുള്ളത് കൊണ്ട് തന്നെ ഇന്ന് പതിവിലും കുറച്ച് നേരത്തെ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പെല്ലാം തുടങ്ങിയപ്പോൾ തന്നെ നൈനും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ പൊതിച്ചുകൊണ്ടിരുന്നപ്പോഴേട്ടോ അവളുടെ കരച്ചിൽ കേട്ടത്. പിന്നെ അവളെ എടുത്ത് കുറച്ച് നേരം നടന്നു. അത് കഴിഞ്ഞിട്ട് തേങ്ങയൊക്കെ വന്ന് ദേ പൊതിച്ചെടുത്ത് പൊട്ടിച്ചെടുത്ത് കേട്ടോ. തേങ്ങയൊക്കെ തിരുമാനുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങയെല്ലാം തിരുമ്മി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതേ ശർക്കര ഉണ്ടായിരുന്നു കേട്ടോ പൊടിക്കാനായിട്ട്. ഉണ്ട ശർക്കരയാണ് കടയിൽ നിന്ന് തന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ പൊടിച്ചെടുത്ത് അങ്ങനെ പ്രധാനപ്പെട്ട 2 ജോലികളും കഴിഞ്ഞിട്ട് ഇനിയുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയില വെട്ടാനായിരുന്നു. അത് നമ്മുടെ മുറ്റത്തെ വാഴയിൽ നിന്ന് വെട്ടാമെന്ന് വിചാരിച്ച്. പക്ഷെ അതാണെങ്കിൽ ഭയങ്കര പൊക്കത്തായിരുന്നു. പിന്നെ ഒരു തോട്ടിയൊക്കെ എടുത്ത് ചായച്ചിട്ട് ആ വാഴയിൽ ഒരുവിധം വെട്ടിയെടുത്ത്. ഇനി കുറച്ച് പൂക്കളൂടെ പറിക്കാനുണ്ടായിരുന്നു. ഇപ്പം ചൂടൊക്കെ ആയപ്പോഴത്തേനും പൂവൊക്കെ കുറവായിരുന്നെങ്കിലും കുറച്ച് പൂവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം പറിച്ച് വെച്ചിട്ട് ഞാൻ പൊങ്കാലയ്ക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ച്. ഈ പേഴ്സ് ആണെങ്കിലുണ്ടല്ലോ പളനിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഈ കാപ്പിയൊക്കെ ഇട്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഏട്ടനോട് കുറച്ച് നേരം കാര്യം പറഞ്ഞൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും അമ്പലത്തിൽ പോകാനുള്ള സമയമായിരുന്നു. അങ്ങനെ ഞാൻ ദേ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നയനു നല്ല കരച്ചിലായിരുന്നു. ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാനിങ്ങനെ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ അവൾ കിടന്ന് ഉറക്കമായിരിക്കും. ഇന്നവൾ എണീറ്റതുകൊണ്ടായിരിക്കാം ഭയങ്കര കരച്ചിലായിരുന്നു അവളും വരുന്നെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിലെത്തി പെട്ടെന്ന് തന്നെ ഞങ്ങളിതേ പൊങ്കാല ഇടാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ പൊങ്കാല പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്തു.